പക്ഷേ സംശയം എന്ന് പറഞ്ഞത് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പനിലേക്കും എന്നുള്ളതിന്റെ ഒരു വിശദീകരണം കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. ആ, മലാഖി 4:5-6 ആ വാക്യം പറയുന്നത്. പക്ഷേ അതാരാണ് ചെയ്യുന്നതെന്നും എന്താണ് ആ പ്രവൃത്തി എന്നുള്ളതും പറയാം. ഈ പ്രവൃത്തി ചെയ്യുന്നവൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വരുന്നവനാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അപ്പോൾ ഏലിയ പ്രവാചകന്റെ ആത്മാവുമായി ആരോ ഒരാൾ വരാൻ പോകുന്നു. എവിടെ പറയുന്നു? പഴയ നിയമത്തിന്റെ പുസ്തകമായ അവസാനത്തെ പുസ്തകത്തിൽ പറഞ്ഞവിടെ നിർത്തുകയാണ്. ഇനി അവൻ വന്ന് എന്ത് ചെയ്യും? അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും നിരപ്പിക്കും. ഇതെന്താണെന്ന് പറയാം. അതിനു മുമ്പ് ഈ ഏലിയാവിൻ്റെ ആത്മാവുമായി വരുന്നവൻ ആർക്ക്? യഹോവയുടെ വരവിന് മുൻപായി എന്നാണ്. ഓക്കെ, വ്യക്തമാണല്ലോ. അതിന് യഹോവയായിരുന്നു പറയണ്ടല്ലോ, ദൈവം. ആ ദൈവം ആത്മാവായി നിൽക്കുന്ന സമയത്താണ് ഇത് സംസാരിക്കുന്നത്. അദൃശ്യനായ ദൈവം ആത്മാവായി സ്വർഗത്ത് ഭൂമിയിൽ എവിടെയായിരുന്നാലും ഇടപെടലുണ്ട്, ഭൂമിയിൽ ഇടപെടലുണ്ട്. ആ സമയത്ത് ദൈവം വാഗ്ദത്തം ചെയ്തതാണ് യഹോവ എന്നറിയപ്പെടുന്ന സൃഷ്ടികർത്താവ് വരുന്നതിന് മുമ്പ് ഏലിയാവിൻ്റെ ആത്മാവുമായി വരും. ഇതിൻ്റെ മുമ്പോട്ടുള്ള വചനം നോക്കിയാൽ ഇത് പിടികിട്ടുള്ളൂ. അതാരാണെന്ന് നോക്കിയാൽ വരുന്നത് എന്തിനാണെന്ന് അത് ദൈവം എന്തിനാണ്, ആരാണ്, എന്തിനാണ് വരുന്നത് എന്നുള്ള ആ വാക്യം നമുക്ക് നോക്കിയിട്ട് വരാം. യെശയ്യാ പ്രവാചകൻ, സിസ്റ്റർ ആണെങ്കിൽ വചനം എടുത്തോളാം. യെശയ്യാ പ്രവാചകൻ 25:9 പറയുന്നത്, ദൈവം തന്നെ വന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പം രക്ഷിക്കാൻ എന്തുകൊണ്ട്? പഴയ നിയമത്തിൽ ജനമെല്ലാം പാപത്തിൽ വീണ് മരണത്തിന്റെ വക്കിലെത്തിയപ്പോൾ അവരെ രക്ഷിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ അവരെ രക്ഷിക്കാൻ വരുമെന്നാണ് പറയുന്നത്. യെശയ്യാ 25:9 അവിടെ പറയുന്നത് അവൻ യഹോവ തന്നെ, അവൻ്റെ നാമം യഹോവ എന്ന് തന്നെ. അപ്പം യഹോവയായ ദൈവം തന്നെ. ഇവിടെ രണ്ട് യഹോവ ദൈവമില്ല, രണ്ട് ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവയില്ല, ഒരുവനേ ഉള്ളൂ. ആ ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ താൻ വചനം കൊടുത്തിട്ട് രക്ഷിക്കപ്പെടാത്ത ജനത്തിൻ്റെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. ഓക്കെ, ഇനി യെശയ്യാ 14 പറയുന്നുണ്ട്, 14:2 പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പറയുന്നത് യഹോവ തന്നെ വന്ന് രക്ഷിക്കുന്നു. ഇനി യഹോവ മാത്രമാണോ രക്ഷകൻ, വേറെ ആരെങ്കിലും രക്ഷകൻ ഉണ്ടോ എന്നറിയാൻ അടുത്തൊരു വചനം നോക്കുക. നെക്സ്റ്റ് പതുക്കെ വചനം എടുക്കുക. യെശയ്യാ പ്രവാചകൻ 43:11 അവിടെ പറയുന്നു, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ മറ്റു ഒരു രക്ഷിതാവുമില്ല. അപ്പോൾ യഹോവയായ ദൈവം തന്നെ ഇറങ്ങി വരും, അവൻ്റെ നാമം യഹോവ എന്ന് തന്നെ. അവനല്ലാതെ വേറൊരു രക്ഷിതാവില്ല. പഴയ നിയമകാലത്ത് ആത്മാവായി നിൽക്കുമ്പോഴുള്ള കാര്യമാണെന്ന് വ്യക്തമായിട്ട് അറിയണം. ആ സമയത്ത് ദൈവം തന്നെയാണ് നേരിട്ട് സംസാരിക്കുന്നത്. അപ്പം രക്ഷിതാവായ ദൈവം രക്ഷിക്കാൻ വരും, അത് യഹോവയ ദൈവം, വേറെ ആരുമില്ല. അങ്ങനെ പറയുമ്പോഴാണ് യെശയ്യാ പ്രവാചകൻ 25:14 ഈ കാര്യങ്ങൾ. ഓക്കെ, 40-ാമത്തെ വാക്യാവും പറയാണ് യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. അപ്പോൾ യഹോവ വിശുദ്ധനായ ദൈവം വരുമ്പോൾ പാപികളായ ജനങ്ങളാണ് ഭൂമിയിൽ പലതരം വിശ്വാസത്തിൽ നിൽക്കുന്നത്. അതായത് പാപി എന്ന് വെച്ചാൽ ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നതാണ് പാപം. ആ ദൈവവചനത്തിന് വിരുദ്ധമായ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, മോശയിലൂടെ, നോഹയിലൂടെ ഒക്കെ അറിയിച്ചിട്ടും ആരും അനുസരിച്ച് പ്രമാണിച്ചനുസരിക്കാത്തവർ ചുരുക്കം അല്ല, ആരും വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചവരാണ് ചുരുക്കം. 99% അനുസരിക്കാത്തവരാണ്. ആ അനുസരിക്കാത്ത ജനത്തിൻ്റെ ഇടയിലേക്ക് ദൈവം വരാൻ പോകുന്നു. അപ്പോൾ അവനൊരു വഴി ഒരുക്കണമെന്ന് പറയാണ്. പെരുവഴി ഒരുക്കുവിൻ. അവന് വരാൻ വഴി ഏതാണ്? വഴി ഞാൻ പറയാം. അപ്പോൾ ഒരു വഴി ഒരുക്കണം. ഈ വഴി എന്ന് പറയുന്ന നാമമാണ്. അപ്പോൾ ആത്മാവായ യഹോവയായ ദൈവം പഴയ നിയമത്തിൽ യഹോവ എന്നറിയപ്പെട്ടപ്പോൾ ആ ദൈവം വേറെ ഒരു വഴിയായി നാമത്തിൽ വരാൻ പോവുകയാണ്. ആ ദൈവം അത് യെഹെസ്കേൽ പ്രവാചകൻ 28 അവിടെ പറയുന്നുണ്ട്, ഈ യഹോവയെന്നും ഞാനാകുന്നെന്നും എലോഹിമെന്നും പറഞ്ഞതിന് ശേഷം അവിടെ പറയുകയാണ്, ഇസ്രായേലിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ നാമം വെളിപ്പെടുത്തും. അപ്പോൾ ഈ യഹോവ തന്നെ ഇസ്രായേലിൻ്റെ നടുവിൽ തൻ്റെ നാമം വെളിപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് വഴി. ഒരു വഴി ഒരുക്കുവിൻ, യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ, നമ്മുടെ ദൈവത്തിന് പെരുവഴി ഒരുക്കുവിൻ. ആ നാമം സകല ജനങ്ങളും അറിയപ്പെടേണ്ടുന്നതായ ഒരു വഴി, വാതിൽ, ഒരു നാമം വഴിയായി, ഒരു വഴിയായി വരും എന്നാണ് അവിടെ പറയുന്നത്. യെശയ്യാ 40:3. അപ്പോൾ ഇനി അവൻ വരുന്നതിന് മുമ്പ് അവിടെ പറയുന്ന ഒരു ദൂതനെ അയക്കുമെന്ന്. ദൂതൻ ആയിരുന്നെന്ന്, സ്വഭാവം എന്തെന്ന്, എന്ത് ചെയ്യുന്നെന്ന് യെശയ്യാ 40:3-4 പറയുന്നില്ല. അവൻ വരുമ്പോൾ എന്ത് ചെയ്യും? ദൂതൻ വന്നിട്ട് വളഞ്ഞതൊക്കെയും ചൊവ്വായും ദുർഘടങ്ങൾ സമമായും ഉയർന്നത് താഴ്ന്നതും ഉയർന്നും വരും.
അതായത് പലതരം വിശ്വാസത്തിൽ നിൽക്കുന്ന ജനം ഈ യഹോവ വരുന്നതിന് മുമ്പ്, ഇപ്പം യഹോവ എന്ന് തന്നെ പറഞ്ഞു പോകാമെങ്കിലേ മനസ്സിലാവും. ഈ യഹോവ തന്നെ വരുന്നതിന് മുൻപായിട്ട് ഇന്ന് പലതരം വിശ്വാസത്തിൽ കത്തോലിക്ക, പെന്തക്കോസ്ത്, മാർത്തോമാ, CSI, ലൂതറൻ മിഷൻ, സൗണ്ട്, യഹോവ സാക്ഷികൾ, യേശുനാമ സഭകൾ, പിന്നെ സീറോ മലബാർ സഭ, ഇങ്ങനെ പലതരം വിശ്വാസം ഒന്നൊന്നിനോട് വ്യത്യസ്തമായി നിൽക്കുന്നു. പക്ഷെ പുതിയ നിയമസഭയിലെ വിശ്വാസം എന്താണ്? ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ, ഒരു ദൈവം. പക്ഷെ ഇവിടെ മൂന്നും ചേർന്ന് ഒന്നും, പലതരം സ്നാനം, പലതരം വിശ്വാസം, പലതരം ഉപദേശം, പലതരം സഭ. അപ്പൊ അതും ആദ്യം യഹോവ വരാൻ പോകുമ്പോൾ യഹോവ തൻ്റെ ജനത്തിലൂടെ പഠിപ്പിച്ച വചനപ്രകാരം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ആരുമില്ല. അതുകൊണ്ട് ഈ ജനത്തെ രക്ഷിക്കാൻ തന്നെ യഹോവ തന്നെ, ആത്മാവായ ദൈവം തന്നെ താഴേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ വരാനിരിക്കുന്നതിന് മുമ്പ് ഒരുവനെ അയക്കും, ദൂതനെ. അവൻ വന്നിട്ടാണ് പെരുവഴി ഒരുക്കേണ്ടത്, വഴി ഒരുക്കുന്നത്. അപ്പൊ അവൻ വന്ന് എന്തോ പറയും എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അവൻ ചെയ്യുന്ന കാര്യമാണിത്. പലതരം വിശ്വാസത്തിൽ നിൽക്കുന്നവരെ ഒരു വിശ്വാസത്തിൽ കൊണ്ടുവരും. അതാണ് വളഞ്ഞത് ചൊവ്വായും, ദുർഘടങ്ങൾ സമമായും, ഉയർന്നത് താഴ്ന്നു. അപ്പോൾ പുനരുത്ഥാനം ഉണ്ടെന്നും ഇല്ലെന്നും ഇങ്ങനെ പലതരം വിശ്വാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർന്ന് പറയുന്നത്, ഇനി ഞാൻ ചുരുക്കി പറയാണ്, മലാഖി 3:1, യെശയ്യാ പ്രവാചകൻ കഴിഞ്ഞു, അവിടുത്തെ മലാഖിയിൽ പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ ഇതാ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. അപ്പോൾ ആരോട് പറയുന്നതാണ്? യഹോവ തന്നെ പറയുകയാണ്, ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന, യഹോവയെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ജനങ്ങളെ അന്വേഷിക്കുകയാണ്. നിയമദൂതനായ കർത്താവിനെ, ഒരു കർത്താവ് ഒരുവനാണ്, ഒരു കർത്താവേ ഉള്ളൂ. ആ സൃഷ്ടി കർത്താവിനെ ഈ ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ പറയാണ് അവൻ വരും, പക്ഷേ അവന് മുമ്പായി ഞാനൊരു ദൂതനെ അയക്കുമെന്ന് അവിടെയും പറയുന്നുണ്ട്. പക്ഷെയോ അവൻ വരുന്നതോ, ഈ യഹോവയായ ദൈവം വരുമ്പോൾ എങ്ങനെ വരും? ഇവിടെ മുതലാണ് ട്വിസ്റ്റ് വരുന്നത്. അവൻ തൻ്റെ മന്ദിരത്തിലേക്ക് വരും. അപ്പം നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവ്, എനിക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ദൂതനെ അയക്കുമെന്നും പറയുന്നു. യെശയ്യാ പ്രവാചകൻ 40:3 ദൂതനെ അയക്കുമെന്ന് പറയുന്നു. യെശയ്യാ പ്രവാചകൻ 25:9 യഹോവ വരും രക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ദൂതനെ പറയുന്നില്ല. 14:2 പറയുന്നില്ല. ക്രമേണ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു സഭകളും പഠിപ്പിക്കില്ല. എത്ര കാണിച്ചു കൊടുത്താലും ഇവർക്ക് 3 എന്നേ പഠിപ്പിക്കുള്ളൂ. അത് മരണത്തിനാണ്, രക്ഷിക്കപ്പെട്ടിട്ട് പോലും ഇല്ല. ഓക്കെ. അപ്പൊ ആ ദൈവം വരുന്നതിന് മുമ്പ് ഒരു ദൂതനെ അയക്കുമെന്ന് ഇപ്പോഴും പറയുന്നു. നമുക്ക് മുമ്പിൽ ഒരു ദൂതൻ ഉണ്ടെന്ന് പറയുന്ന പോലെ ദൈവം ഒരു ദൂതനെ അയക്കും. ആ ദൂതൻ വരുന്നതിന് ശേഷം വരുന്നവൻ, ഈ യഹോവ മന്ദിരത്തിൽ വരുമെന്നാണ് പറയുന്നത്. മന്ദിരം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ ബൈബിൾ ജ്ഞാനികളെല്ലാം തെറ്റായി പഠിപ്പിക്കുന്നത് പോലെ അന്നത്തെ ബൈബിൾ ജ്ഞാനി പഠിപ്പിച്ചത് അവർക്ക് അന്ന് ഒരു മന്ദിരമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ഷരികമായി നോക്കിയാൽ ഒരു മന്ദിരം, അത് യെരൂശലേം ദേവാലയം. അപ്പൊ യഹോവയായ ദൈവം വരുമ്പോൾ മന്ദിരത്തിൽ വരും. എങ്ങനെ? കോടി ദൂതന്മാരുമായിട്ട്, വിശുദ്ധ പ്രജകളുമായിട്ട്, വലിയ ദൂതഗണങ്ങളുമായിട്ട്, വലിയ സൈന്യത്തോടു കൂടി വന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് വരും. ഇനി അതല്ലെങ്കിൽ എവിടെ വരാൻ ചാൻസ് ഉണ്ട്? അന്ന് ദൈവം നിയമിച്ച പുരോഹിതൻ, മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അടുക്കൽ വരും. ഒന്നുകിൽ കയ്യഫാവിൻ്റെ അവിടെ വരും, അതല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിൽ വരും. ഇങ്ങനെയാണ് മന്ദിരമെന്ന് കേട്ടപ്പോൾ അവർ പഠിപ്പിച്ചത്. ഇന്നത്തെ ജനം തെറ്റി പഠിപ്പിക്കും. കേൾവിക്ക് ശരിയായിട്ട് തോന്നും, പക്ഷെ മന്ദിരം എന്ന് വെച്ചാൽ എന്താണ്? അത് തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് യെശയ്യാ 40:3, മലാഖി 3:1. ഇനിയാണ് സിസ്റ്റർ ചോദിച്ച ചോദ്യം, മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും. ഇത് അറിയണമെങ്കിൽ തൊട്ട് മുമ്പത്തെ കാര്യം അറിഞ്ഞാലേ ഇത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും പറയുന്നത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ യഹോവ, ആ യഹോവയ്ക്ക് ഇനി മലാഖി കഴിഞ്ഞിട്ട് ശേഷം 2 വരവ് പറയുന്നുണ്ട്. വലിയ ഒരു വരവും പറയുന്നുണ്ട്, ഭയങ്കരമായ ഒരു വരവും പറയുന്നുണ്ട്. ഈ 2 വരവും വരുന്നതിന് മുൻപ് ഏലിയാവിൻ്റെ ആത്മാവുമായി ഒരുവൻ അയക്കുമെന്ന് പറയുന്നു. അത് ആരെന്ന് അറിയില്ല. വരുന്ന ആ വ്യക്തിയുടെ സ്വഭാവം ഏലിയാവിൻ്റെ ആത്മാവായിരിക്കും. ഏലിയാവിൻ്റെ സ്വഭാവം അറിയാല്ല, വെട്ടൊന്ന് തുണ്ടൻ 2. പച്ചയ്ക്ക് ആരുടെ മുമ്പിലും വചനം പറയേണ്ടതുപോലെ പറയും. അവൻ ആരെയും കൂസില്ല, ഭയമില്ലാത്തവനാ. അപ്പൊ ഏലിയാവ് അങ്ങനത്തവനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പുരുഷനെ ദൈവം ഭൂമിയിൽ നിന്ന് എടുക്കും. സ്വർഗത്തിൽ നിന്ന് ഒരുത്തനെ ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നതല്ല. സാധാരണ നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിയെ ദൈവം എടുത്തിട്ട് അവനിൽ ദൈവത്തിന്റെ ഈ ഒരു ഏലിയാവിന്റെ ആത്മാവിനെ കൊടുത്തിട്ട് ആ ആത്മാവാണ് ആ മനുഷ്യനെ വഴി നടത്തുന്നത്. അപ്പൊ നോക്കാം, അങ്ങനെ ആരെങ്കിലും വന്നാൽ, അപ്പൊ അങ്ങനെ വന്നാൽ അവൻ എന്ത് ചെയ്യും? അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും നിരപ്പിക്കും. അപ്പോൾ യഹോവ വരാൻ പോകുന്നു, ദൈവം വരാൻ പോകുന്നു, രക്ഷിക്കാൻ വരാൻ പോകുന്നു, മറ്റൊരു രക്ഷിതാവുമില്ല, അവൻ മന്ദിരത്തിലേക്ക് വരാൻ പോകുന്നു. അതിനു മുമ്പ് ദൂതനെ അയക്കും. ദൂതൻ വന്നിട്ട് ഒരു വഴിയായി വരും, അതായത് ഒരു നാമത്തിലൂടെ വരും. യഹോവ ഒരു പുതിയ നാമത്തിൽ വരും. അത് വഴിയൊരുക്കുവിൻ, പെരുവഴി ഒരുക്കുവിൻ, അവനുള്ള മാർഗം ഒരുക്കുവിൻ, മാർഗം വഴി. ആ നാമം വഴിയായി വരും. അപ്പോൾ വരുന്നതിന് മുമ്പ് അയക്കുന്ന ദൂതൻ ഏലിയാവിൻ്റെ ആത്മാവുള്ളവനായിരിക്കും. ഓക്കെ. അവൻ തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇത്രയും. മന്ദിരം എന്ന് വെച്ചാൽ ഇനി നോക്കാം.
അപ്പം ഈ ദൗത്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അപ്പം മലാഖി 4-ന്റെ 5, 6 വചനം തീർന്നു. പഴയ നിയമം ചുരുക്കി പറഞ്ഞ് തീർന്നു. ഇനി അടുത്ത് പറഞ്ഞ പ്രകാരം യഹോവ വരണം. ദൈവം, ഒരു ദൈവമേ ഉള്ളൂ, സൃഷ്ടികർത്താവായ ദൈവം. ഇന്ന് ലോകം 3-എന്നും 2-എന്നും 1-എന്നും ഒക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ദൈവം, ആത്മാവായ ദൈവം വരുന്നതിന് മുമ്പ് വേറൊരു വചനം പറഞ്ഞിട്ടുണ്ട്. അവൻ വരുന്നത് ആരുടെ അടുക്കലാണ് വരുന്നത്? അവൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം കൊടുത്ത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കേണ്ടുന്ന ജനം തെറ്റിപ്പോയപ്പോൾ അവർ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട്, അതും വചനമുണ്ട്, ഞാൻ വേണമെങ്കിൽ പിന്നോട്ട് അയച്ചുതരാം. നിങ്ങൾ ഇന്ന് എൻ്റെ വചനം കേൾക്കുകയും എൻ്റെ വചനം അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് ദൈവവും പിതാവുമായിരിക്കും. അപ്പോൾ വചനം നൽകിയ ദൈവം തന്നെ പറയണം, അനുസരിച്ചാൽ നിങ്ങൾ എൻ്റെ മക്കൾ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇന്നും ഭൂമിയിൽ കാണുന്ന ഈ പള്ളിയിലുള്ള എല്ലാവരും, സിസ്റ്റർ ഏകദേശം 2 വർഷം മുമ്പ് ഇതൊക്കെ ഏകദേശം വിശ്വസിച്ച് വന്നതാണ്. പിന്നെ കൂടെ വന്ന സൗകര്യയുടെ പ്രകാരം പോയി. അപ്പോഴും ഞാൻ അവിടെ പറയരുത്, ദൈവത്തിൻ്റെ ആടാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ലെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും 2 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും വന്നത്. ഓക്കെ, എന്തായാലും കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ആരെയും നിർബന്ധിക്കില്ല, സഭ വിടാൻ പറയില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ, യോഹന്നാൻ 10:3 പറയുന്നു, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി വഴി നടത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവമാണ് നമ്മെ അവിടെ വിളിക്കേണ്ടതും നിർത്തേണ്ടതും വളരെ മാറാക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയായി. ആരാണ് ജഡരക്തങ്ങളോട് വന്നത്? അപ്പോൾ ആത്മാവായ ദൈവം ശരീരം ഇല്ലാതെ, അത് ആത്മീയ ശരീരം ഉണ്ടാവാം. ആത്മാവായ ദൈവം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായതുകൊണ്ട് ആ ദൈവം ഒരു ജഡശരീരം എടുത്തു വരാൻ പോകുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. ആരാണ്? അനുസരിക്കുന്നവരാണ് മക്കൾ. അനുസരിക്കാത്തവരും മക്കളൊന്നുമില്ല. ബൈബിൾ കയ്യിലിരുന്നാലും പള്ളിക്കകത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് മക്കളൊന്നുമല്ല ഇന്നത്തെ പോലെ. ദൈവത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ദൈവത്തിന് തൻ്റെ വചനത്തിനപ്പുറത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലന്മാരിലൂടെ കൊടുത്തതിനെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നത് ആരാണ്? ആത്മാവ്, പരിശുദ്ധാത്മാവിനെ നൽകിയത്. ആ പരിശുദ്ധാത്മാവ് തന്നെ നൽകിയ അപ്പോസ്തലന്മാരിലൂടെ എന്ത് പറഞ്ഞു, എന്ത് സ്ഥാനപ്പെടുത്തി, എങ്ങനെയാണ് അത് തന്നെ ഫോളോ ചെയ്യുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവം കണക്കിടുന്നത്. അങ്ങനെ ആത്മാവായ ദൈവം ജഡരക്തങ്ങളോടുകൂടി വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഈ ജഡരക്തമാണ് മന്ദിരം. മലാഖി 3:1 പറഞ്ഞ് അവൻ തൻ്റെ മന്ദിരത്തിലേക്ക് വരും. അപ്പം ദൈവത്തിൻ്റെ ശരീരമാണ് നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ മന്ദിരം. അതുപോലെ പഴയ നിയമത്തിലും അവിടെ പറഞ്ഞിരുന്നു, അവൻ തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഈ മന്ദിരമാണ് ജഡരക്തം. ആര്? ആത്മാവായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം ഒരു ജഡശരീരത്തിൽ വരാൻ പോകുന്നു എന്നാണ്. അവിടെ മാമനും കൊച്ചിച്ചനും ഒന്നുമല്ലല്ലോ ഉള്ളത്, അല്ലേ? അവിടെ മക്കളും അപ്പനും മാത്രമേ ഉള്ളൂ. അപ്പം മക്കളുടെ ഇടയിലേക്ക് വരുന്നത് അപ്പനാണ്. അപ്പനാര്? പിതാവ്. അതിനൊക്കെ വചനമുണ്ട്, ഞാൻ വേണമെങ്കിൽ തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാമല്ലോ, 9809150386. ഇത് ഭൂമിയിലെ ഒരു പള്ളിക്കാരനും ഇത് പഠിപ്പിച്ചു തരില്ല. ഇത് കേട്ടാൽ തന്നെ അവർ ഓടും. അവർ ഉള്ളിൽ പിശാചാണ്. അവർ ഇതിനെതിരെ തന്നെ നിൽക്കും. അങ്ങനെ എതിരെ നിൽക്കുന്ന ആരായാലും വിചാരിച്ചോളണം അവരുടെ ഉള്ളിൽ സാത്താനാണ്. ഇതിൻ്റെ വചനങ്ങൾ വേണമെങ്കിൽ വന്നാൽ ഞാൻ ക്രമത്തിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഞാനത് തരാം, പഠിപ്പിക്കാനായാലും പഠിക്കാനായാലും. ഓക്കെ, അപ്പോൾ ആ ജഡരക്തങ്ങളോട് കൂടി വരുന്നത് സൃഷ്ടികർത്താവായ ആത്മാവായ ദൈവം എന്നിവിടെ പറഞ്ഞു തന്നല്ലോ. ഇനി ഈ ആത്മാവായ ദൈവം ആരുടെ ഇടയിലേക്ക് വരും? ഇസ്രായേൽ ജനത്തിൻ്റെ കാണാതെ പോയ ആടുകളെ രക്ഷിക്കാനാണ് വരുന്നത്, തെറ്റിപ്പോയവരെ. അവരുടെ ഇടയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടെ ഉണ്ട്. ഇപ്പം നമുക്കിനി ഇവിടെ വരാം, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലേക്ക് വരാം. അവിടെ വന്നാൽ യോഹന്നാൻ 1:11 പറയുകയാണ്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇപ്പം അവൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു രണ്ടാമത്തവൻ, ദൈവം അയച്ചിട്ട്. അതങ്ങനെ തന്നെ ബൈബിൾ പറയുന്നുണ്ട്. അതിന് കാരണമുണ്ട്. പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത്, പരിശോധനയാണ് നടക്കുന്നത്. പരിശോധനയിൽ ജയിക്കണം. ജയിക്കുന്നവൻ ഞാൻ എന്നോട് കൂടി ഇരുത്താൻ വരെ നൽകുന്ന. അപ്പം ജയിക്കണമെങ്കിൽ ശരി ഉത്തരവും തെറ്റുത്തരവും കൊടുക്കുന്നത് പോലെ ഇവിടെ 2-3 തരത്തിൽ പറഞ്ഞിരിക്കും. ഇതിൽ ശരിയായത് ഏതെന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച പുരോഹിതനിലൂടെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ജനങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് ഈ സഭകൾ മുഴുവനും ഒരു സഭകൾ ഇന്നത്തെ കാണുന്ന ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലിരിക്കുന്ന ഒരു സഭകളിലും പരിശുദ്ധാത്മാവില്ല. അഭിഷേകമൊക്കെ ഉണ്ടാവും. പരിശുദ്ധാത്മാവാണ് ഇവരുടെ ഉള്ളിലെങ്കിൽ ഇതെല്ലാം പഠിപ്പിക്കുമായിരുന്നു. നോക്കണം, ഇത് പറഞ്ഞു കൊടുത്താൽ നോട്ടുമായിട്ട് വേണമെങ്കിൽ തയ്യാറായിക്കൊള്ളണം. അപ്പോൾ സ്വന്തമായവൻ വന്നു. സ്വന്തമായവൻ യേശു ക്രിസ്തു എന്ന് പറയുന്നത്, അതായത് വേറൊരു വ്യക്തി, യഹോവയെ ദൈവമല്ല വേറൊരു വ്യക്തി എന്നാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിതാവ് അയച്ചിട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചിട്ട് വന്നൊരു പുരുഷൻ കണ്ടോ. അതുപോലെ പിതാവ് അയച്ചത്, പിതാവിനോട് സംസാരിച്ചു, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കാരണം പിന്നീട് പറയാം. ഇതിൻ്റെ മറുപടി. അപ്പോൾ സ്വന്തമായവൻ, അവൻ സ്വന്തമായവനിലേക്ക് വന്നു. ആരാണ് സ്വന്തമായവൻ എന്ന് നോക്കാം.
ആവർത്തന പുസ്തകം 7:6 എടുക്കുക. അവിടെയും വേറെ ഒരു ഇണവചനം കൂടെ ഉണ്ട്. അവിടെയും പറയുന്നു, ഇസ്രായേലേ കേൾക്ക, നിന്നെ ഞാൻ എൻ്റെ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിന്നെ എൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വചനം ഇങ്ങനെ തന്നെയാണ്, അത് നോക്കിക്കൊള്ളണം. എന്തായാലും എനിക്ക് പറയേണ്ട ആശയം ഇതാണ്. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഇസ്രായേലിനെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത് ആര്? യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ, ഒരു ആത്മാവേ ഉള്ളൂ. ആ ദൈവം ആത്മാവായി നിന്ന സമയത്ത് ഈ ഇസ്രായേൽ ജനത്തിന് പിതാവെന്ന് പറഞ്ഞു, ദൈവമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായി തിരഞ്ഞെടുത്തു. അവൻ തന്നെയാണ് ഇവിടെ രക്ഷിതാവും. ആ ദൈവം ഇവരെ സ്വന്തമായി തിരഞ്ഞെടുത്ത ആ സ്വന്തമെന്ന ആത്മാവായ ദൈവം ജഡശരീരത്തിൽ വരുന്നതാണ് ഇവിടെ പറയുന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് വന്നു. സ്വന്തമായവരോ, അതായത് യഹൂദന്മാർ തന്നെ അല്ലെങ്കിൽ സ്വന്തമായ ജനം തന്നെ അവന് കൊന്നു കളഞ്ഞു. ഓക്കെ, ഇനി മന്ദിരം എന്താണ്? മത്തായി 1:21, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ ഈ ജഡശരീരമാണ് മന്ദിരം. ഈ മന്ദിരം മറിയയിൽ നിന്നെടുത്ത ശരീരത്തിലാണ് ഈ ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ വന്നത്. ഈ യഹോവയായ ദൈവം യേശുക്രിസ്തു എന്ന പേരിലാണ് ഇവിടെ വരുന്നത്. യേശുക്രിസ്തു എന്ന പേരിൽ വന്നത്, അവൻ വരുന്നത് പാപമോചനത്തിനാണ്, പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. അതുകൊണ്ടാണ് മത്തായി 1:21, അവൻ തൻ്റെ ജനത്തെ അവരെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവനെ യേശു എന്ന് പേര് കൊടുക്കണം. അപ്പോൾ പാപമോചനത്തിനുള്ള നാമം കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് പുതിയ നിയമസഭയിലെ സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്തത്. ഇവിടെ ഇവരൊന്നും അംഗീകരിച്ചിരില്ല. ഓക്കെ, അപ്പോൾ ഈ യഹോവ വരുന്നതിന് മുമ്പ് ഒരുവനും ദൂതനെ അയക്കുമെന്ന് പറഞ്ഞില്ല. ദൂതൻ വന്നിട്ട് മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക്, അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് നിരപ്പിക്കുന്നതിലേക്ക് വരാം. ഒറ്റ ക്ലിപ്പായിട്ട് പറയാൻ കുഴപ്പമില്ല, ഞാൻ ഒന്നുകൊണ്ടൊക്കെ ഇട്ട് കൊടുക്കും. താല്പര്യമുള്ളവരൊക്കെ ആയിട്ട് വിശ്വസിക്കട്ടെ, അല്ലെങ്കിൽ 25 മിനിറ്റ് നിർത്താം. ഓക്കെ, അപ്പോൾ ഈ യഹോവ മന്ദിരത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മറിയയിലൂടെ എടുത്ത ശരീരത്തിലേക്ക് വരുന്നതിന് മുൻപ് ദൂതനെ അയക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ ദൂതൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ഏലിയാവിൻ്റെ ആത്മാവുള്ളവനായിരുന്നല്ലോ. ഇനി കാഴ്ചയിൽ വരുമ്പോൾ ആരായിരിക്കും, എന്തായിരിക്കും നോക്കാം. അത് സഖര്യാവിൻ്റെ ലൂക്കോസ് സുവിശേഷം എടുത്താൽ അറിയാം. സഖര്യാവിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. സഖര്യാവിന് അവിടെ കുഞ്ഞുങ്ങൾ ലഭിക്കുമ്പോഴേ പറയുന്നുണ്ട്, നോക്കാം, അവിടെ അവൻ വീഞ്ഞും മദ്യവും കുടിക്കില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പിള്ള ഉള്ളത്തിൽ തുള്ളി, അവൻ അഭിഷേകം കൊണ്ട് നിറഞ്ഞു. അവൻ നോക്കൂ, ഏലിയാവിൻ്റെ ആത്മാവും ശക്തിയോടും കൂടെ അവന് മുമ്പായി വഴി നടക്കും. അവനാര്? ഒരു ഏലിയാവിൻ്റെ ആത്മാവുമായി അയക്കുമെന്ന് പറഞ്ഞ ആ ഏലിയാവിൻ്റെ ആത്മാവുമായി വരുന്നത് യോഹന്നാൻ സ്നാപകനാണ്. ലൂക്കോസ് സുവിശേഷം 1:15 വായിച്ചു നോക്കുക. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവുമായി വരുന്നത് യഹോവയ്ക്ക് മുൻപാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു വഴി ഒരുക്കും. അതാരൊരുക്കും? യോഹന്നാൻ ഒരുക്കും. യോഹന്നാൻ ഒരുക്കും വെച്ചാൽ അവനാണ് ആ വഴി, നാമം വെളിപ്പെടുത്തിക്കൊണ്ട് നാമത്തിൽ വരുന്നവന് വേണ്ടിയിട്ട് പാത ഒരുക്കുന്നത്. അവൻ വരുമ്പോൾ ഏലിയാവിൻ്റെ ആത്മാവോട് ശക്തിയോടുകൂടെ യോഹന്നാൻ അവന് യഹോവയ്ക്ക് മുമ്പായി വഴി നിരത്തും. അപ്പൊ മനസ്സിലായല്ലോ, ഏലിയാവിൻ്റെ ആത്മാവുമായി യഹോവയ്ക്ക് മുമ്പ് വരുന്നത് യോഹന്നാൻ സ്നാപകൻ. അങ്ങനെ വന്നാൽ അവൻ എന്ത് ചെയ്യും? ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരികെ കൊണ്ടുവരും. ലൂക്കോസ് സുവിശേഷം 1-ാം വായിച്ചു നോക്കുക, 15. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഇതാണ്ട് അവിടെ മക്കളുടെ ഹൃദയം വെച്ച വിശ്വാസം. ഈ മക്കൾ, ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസം പഴയ നിയമത്തിൽ വചനം നൽകിയ പ്രവാചകന്മാരായ അല്ലെങ്കിൽ പുരോഹിതന്മാരായ അപ്പന്മാരുടെ വിശ്വാസം, അവിടെ ഏകദൈവ വിശ്വാസമാണ്. അവിടെയും ഒരു വിശ്വാസം തന്നെ, ഒരു ഉപദേശം തന്നെയാണ്. പല തരത്തിൽ പല ജനത്തിനോട് പറഞ്ഞിരുന്നാലും ഒരു വിശ്വാസം, ഒരു ദൈവം തന്നെയാണ് അവിടെ പഠിപ്പിച്ചത്. ജനം ഇന്നത്തെ പോലെ അന്നും തെറ്റിയിരുന്നു, പല തരത്തിലുണ്ടായിരുന്നത് കൊണ്ടാണ് ആ യേശുക്രിസ്തു അല്ലെങ്കിൽ യഹോവയായ ദൈവം വരുന്നതിന് മുൻപ് തന്നെ ഈ വിശ്വാസത്തിൽ തെറ്റി നിൽക്കുന്നവരെല്ലാം യഥാസ്ഥാനത്താക്കുമ്പോൾ അവർ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. അതാണ് തൊട്ട് താഴെ പറഞ്ഞത്, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് നിരപ്പിക്കും. തൊട്ട് താഴെ പറഞ്ഞത്, അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും. കണ്ടോ? അപ്പം മക്കളാര്? ഇസ്രായേൽ ജനം. ഇവരുടെ വിശ്വാസം അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക്. ലൂക്കോസ് 1:17 പറഞ്ഞത്, അവൻ അപ്പന്മാരുടെ ഹൃദയം, അതായത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പഠിപ്പിച്ച അതേ വിശ്വാസം ഇസ്രായേൽ ജനത്തിൽ അന്ന് യേശുക്രിസ്തു അല്ലെങ്കിൽ യഹോവയായ ദൈവം വരുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനം, അവരാണ്. അനുസരിക്കുന്നവർ മാത്രം മക്കൾ. കാണുന്ന യഹൂദനും ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ദൈവമക്കളൊന്നുമല്ല, ഇന്ന് കാണുന്ന ദൈവമക്കളൊന്നുമല്ല. ഈ കാലത്ത് അപ്പോസ്തലന്മാരിലൂടെ അറിയിച്ചത്, കേട്ട് വിശ്വസിച്ചത്, അതാര് പ്രമാണിച്ചനുസരിക്കുന്നുവോ അവൻ മാത്രമാണ് ഇന്നത്തെ ദൈവമക്കൾ. ബാക്കിയെല്ലാം നോഹയുടെ കാലം പോലെ തെളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അന്നും യഹോവ വരുന്നതിന് മുമ്പ്
യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് അപ്പന്മാർ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസത്തിലേക്കും അവനൊരു രക്ഷിതാവായി മശികയായി വരാൻ പോകുന്നു, അവനെ വിശ്വസിക്കണം, അവനെ കൈക്കൊള്ളണമെന്ന്, അവൻ മന്ദിരത്തിൽ വരുന്നവനാണ്, അവൻ രക്ഷിതാവാണ്, വീണ്ടെടുപ്പുകാരനാണ്, വിടുതലുകാരനാണ്, ഇസ്രായേലിന്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവയാണ് എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്ന വഴിയൊരുക്ക ഒരു നാമത്തിൽ വരുന്നവനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. ഓക്കെ, ഇനി മനസ്സിലായല്ലോ പഴയ നിയമത്തിലെ ജനത്തെ അപ്പോസ്തലന്മാരുടെ തിരിക്കുക. ഇതാണ് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും എന്ന ഒറ്റ ഭാഗം. ഇനി അടുത്ത രണ്ടു പറഞ്ഞു ഈ യോഹന്നാൻ സ്നാപകൻ തന്നെയെന്ന് യേശു പറയുമെന്ന് നോക്കാം. മത്തായി 3:3 പറയുന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിതെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. പരിശുദ്ധാത്മാവ് മത്തായിലൂടെ സംസാരിക്കുകയാണ്. ഇത് തള്ളിക്കളഞ്ഞാൽ ഈ വന്നിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ വേറെയാണ്, യഹോവയ്ക്ക് വഴിയൊരുക്കിയവനല്ല, യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചതിന് യഹോവയല്ല മറ്റൊരു വ്യക്തിയാണ് എന്ന് പറയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അത് മരണകരമായ പാപം. മത്തായി 3:3 പരിശുദ്ധാത്മാ മത്തായിയോട് പറയാണ്. അപ്പോൾ യഹോവയ്ക്ക് മുമ്പേ വരുമെന്നും വഴിയൊരുക്കുമെന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ, യോഹന്നാൻ സ്നാപകൻ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഇണവചനം കൂടെ വേണ്ടേ? മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലും കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ വരുവാനുള്ളവൻ നീ തന്നെയാണോ വേറെ കാത്തിരിക്കണമെന്ന്. കാര്യം ഈ യഹോവയ്ക്ക് വഴിയൊരുക്കിയവനാണ് യോഹന്നാൻ സ്നാപകൻ. എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് ബലമേറിയവനാണ്, എനിക്ക് മുമ്പേ ഉള്ളവനാണ്, അവൻ ഗോതമ്പ് കതിർ പാറ്റിയത്, അവൻ കളത്തമുറ്റം വെടിപ്പാക്കി ഗോതമ്പിനെ കളപ്പുരയിലേക്കും, അതായത് ഒറിജിനൽ സീഡിനെ, യഥാർത്ഥത്തിൽ ഒരു ദൈവ വിശ്വാസത്തിലും അന്നത്തെ വിശ്വാസ പ്രമാണ പ്രകാരം നിൽക്കുന്നവരെ മാത്രമാണ് കളപ്പുര ശേഖരിക്കുന്നത്. കളകളെ തീക്കായും കൂട്ടിക്കെട്ടും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അത് വചനം അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത യോഹന്നാൻ കാരാഗ്രഹത്തിലായപ്പോൾ അവനെ വിടുവിക്കാൻ വരാത്തതുകൊണ്ട് അവൻ ഭരിച്ച് ഈ വിടുതൽകാരനല്ലേ, ഈ രക്ഷിതാവല്ലേ, എന്നെ രക്ഷിക്കാനും വിടുവിക്കാനും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുമ്പോൾ അവിടെ പറയാണ്, കുരുട്ട് കണ്ണുകൾ തുറക്കുന്നു, ബദ്ധന്മാർ ഒഴിവിക്കപ്പെടുന്നു, മുടന്തൻ മുടന്തൻ നടക്കുന്നു, ഇത് കാണുന്നില്ല നിങ്ങൾ ചെന്ന് പറയാന്ന്. കാര്യം എന്താ? യെശയ്യാ പ്രവാചകനിലെ പറഞ്ഞിരുന്നു ഈ യഹോവ രക്ഷകൻ മശിഹ വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമെന്ന്. ഇതെല്ലാം സംഭവിക്കുന്നത് അവനോട് പോയി പറ. എന്നിട്ട് അവിടെ പറയണ അങ്ങനെ സംഭവിക്കുന്ന യെശയ്യാ പ്രവാചകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കാവെന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ, അവൻ തന്നെ അവനോട് പോയി പറയാൻ യേശു അറ്റസ്റ്റ് ചെയ്യാണ്. യഹോവയ്ക്ക് മുമ്പേ വരേണ്ടുന്നവനെന്ന് പഴയ നിയമപ്രകാരം പറഞ്ഞവൻ ഈ യോഹന്നാൻ സ്നാപകൻ തന്നെന്ന് കർത്താവായി യേശു ക്രിസ്തു പറയാണ്. ഈ ഭൂമിയിൽ ആരെങ്കിലും അംഗീകരിക്കുമോ? സിസ്റ്റർ അംഗീകരിക്കുമോ? നിങ്ങളിത് കേട്ടിട്ട് ശരിയാണോ തെറ്റാണോ ആരോട് പോയി ചോദിക്കും? ഇത് വെളിപ്പെടാത്ത പുരോഹിതന്മാരോട് പോയി ചോദിക്കും, ഇത് വെളിപ്പെടാത്ത വിശ്വാസികളോട് പോയി ചോദിക്കും. അവർ പറയും കേൾക്കരുതെന്ന്. നിങ്ങൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ അങ്ങ് പോകും. നിങ്ങൾ ചോദിക്കേണ്ട ഒറ്റ വ്യക്തി പരിശുദ്ധാത്മാവ് ഇന്ന് സഹായനായി തന്നിട്ടുണ്ട്. ഈ വചനങ്ങളെല്ലാം ചേർത്ത് വെച്ച് നോക്കുക, ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക, ബാക്കി കാര്യം തുടങ്ങി പഠിപ്പിക്കും. അപ്പം കുറച്ചുകൂടെ പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ യോഹന്നാൻ സ്നാപകൻ വന്നിട്ട് അവൻ ചൂണ്ടിക്കാണിച്ചത് യഹോവയാണ്. കാര്യം എന്താ? യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് കാണാൻ പോയി? മാറുത വസ്ത്രമുള്ളവനെ കാണാൻ പോയി. അവൻ പ്രവാചകന്മാരിലും മികച്ചവൻ തന്നെ. കാര്യം പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം മശിക വരാൻ പോകുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. മശിക ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പഴയ നിയമത്തിലെ ജനത്തെ വിളിച്ചത് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ ഇതിന് ഇടയ്ക്ക് നിന്ന് മധ്യസ്ഥനായിട്ട് ജീവിച്ചിരുന്ന് പ്രവർത്തിച്ച ഒരുവനെ ഉള്ളത് യോഹന്നാൻ സ്നാപകൻ. ഇനി അവൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചെങ്കിൽ അവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നു, സ്നാനം. ആ സ്നാനമാണ് ആ പാപം. പഴയത് മുഴുവൻ അപ്പന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിന്നവരെ യഥാർത്ഥമായി അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നോളാം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മശിക യഹോവ രക്ഷകനെ സ്വീകരിച്ചു കൊള്ളാം എന്നതിൻ്റെ പ്രതീകാത്മകമായി തെറ്റിപ്പോയി ഞങ്ങൾക്കെല്ലാം ഇനി ശരിയായത് കേട്ടോളാം, വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞ് പഴയത്തിലെ പാപങ്ങളെല്ലാം കുഴിച്ചിടുന്നതായിരുന്നു അവരുടെ സ്നാനം. ഇന്നും ഒരു സ്നാനമുണ്ട്. ആ സ്നാനം, ഇന്നത്തെ സ്നാനം കായിൻ ചെയ്തതുപോലെ രക്തം ചീന്താത്ത യാഗം ചെയ്യുന്നു. രക്തം ചീന്തിയ യാഗം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ചീന്തിയത്. ആ പാപപരിഹാര മാർഗത്തിന് പാപമോചനത്തിന് ഒറ്റ നാമമുള്ള കർത്താവായ യേശു ക്രിസ്തു. അത് ചെയ്യുന്നവരല്ല ഇന്ന്. ഞാനൊക്കെ അത് ചെയ്തതുകൊണ്ട് അന്ന് കായിനെ ഉപദ്രവിച്ചതുപോലെ തന്നെയാണ് രക്തം ചീന്തിയ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനം എന്ന സ്നാനം ഏൽക്കുന്ന എന്നെ നോക്കിയിട്ട് ഈ സമൂഹം മുഴുവൻ, അതുപോലെ സ്നാനപ്പെട്ട നമ്മളെ നോക്കിയിട്ട് അന്ന് കായിൻ്റെ മക്കൾ, ഇന്നത്തെ കായിൻ്റെ മക്കളാണ് അവർ. അവരന്ന് ഹാബേലിനെ ഉപദ്രവിച്ചതുപോലെ ഈ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട നമ്മളെയും അവർ ഉപദ്രവിക്കുകയാണ്. ഞാൻ യേശുനാമ സഭയല്ല, ഈ കാണുന്ന യേശുനാമ സഭകളുണ്ട്, അവന്മാരെ പഠിപ്പിക്കുന്നതെല്ലാം പെന്തക്കോസ്ത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പഠിപ്പിക്കുന്നത് തന്നെ. അവരുടെ സ്നാനം മാത്രമേ ശരിയുള്ളൂ. ഉപദേശമൊക്കെ 100 കണക്കിന് തെറ്റാണ്. തെറ്റായ മന്ന മരണത്തെ കൊണ്ടുവരുന്നു. ഏദൻ തോട്ടത്തിൽ ഒരു വചനം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ ഇന്ന് വരെ മരണം കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ആരെ ചൂണ്ടിക്കാണിച്ചുവോ അവനാണ് യഹോവയായ ദൈവം. അതാണ് വഴി, നാമം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് ശരിയാണെന്ന് അറിയാനായിട്ട് 1-2 കാര്യം പറഞ്ഞു നിർത്താം. നാഥനിയേൽ പറഞ്ഞു, നീ എന്നെ എവിടെ വെച്ചറിയും? യേശു പറഞ്ഞു, അത്തിയുടെ മൂട്ടിൽ വെച്ച്. അപ്പം നീ ഇതിൽ അധികവും കാണും. കാര്യം, നീ ഇസ്രായേലിന്റെ രാജാവ്.
ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ, ഇസ്രായേലിൻ്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ ഒരുവനേ ഉള്ളൂ. അത് ഈ കാണുന്ന ശരീരത്തിൽ മന്ദിരത്തിൽ വന്ന കർത്താവ് യേശു ക്രിസ്തു. ഇതാണ് ഇമ്മാനുവേൽ. ഇവനെ സ്വീകരിച്ചോളാന്നും പറഞ്ഞിട്ടുണ്ട് അന്ന് സ്നാനപ്പെട്ട് വന്നവന്മാർ അവസാനം യേശുവിനെ വിമർശിച്ചപ്പം ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? നിങ്ങളുടെ വിശ്വാസം എന്തെന്നല്ല, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? കണ്ടോ? അപ്പോൾ യേശുവിനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടിട്ട് വന്നവന്മാർ ഇന്ന് അന്ന് ഉപദ്രവിച്ചതുപോലെ ഇന്ന് സ്വർഗത്ത് പോകാൻ കാത്തിരിക്കുന്നെങ്കിൽ ഒറ്റ വഴി, ഒരു പാപവിമോചന യാഗമേ ഉള്ളൂ, ഒരു സ്നാനമേ ഉള്ളൂ. അത് കർത്താവ് യേശു ക്രിസ്തു നാമത്തിലാണെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുമ്പോൾ അത് തന്നെ ഞാൻ പറയുമ്പോൾ എന്നോട് ക്രുദ്ധിക്കുന്നെങ്കിൽ ഇവർ അന്ന് സ്നാനപ്പെട്ടിട്ട് യേശുവിനോട് ക്രുദ്ധിച്ചവരെ പോലെ തന്നെയാണ് അവരുടെ മക്കളാണെന്ന് ഇരിക്കുന്നത്. ഇനി ക്രൂശിലെ കള്ളൻ അവൻ പറഞ്ഞത് എന്താ? നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. കണ്ട, പാപികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവൻ നീ, ഇസ്രായേലിന്റെ രാജാവ്, നീ ദൈവത്തോടുള്ള സമത്വം, അതായത് ദൈവം തന്നെ ആയിരിക്കാതെ തേജസ് വിട്ടിട്ട് ജഡശരീരത്തിൽ മക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന സ്വന്തമായവൻ നീയാണ്. നീ തിരികെ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് വെച്ചാൽ അവൻ ഇത് ഒന്നാണെന്ന് വിശ്വസിച്ചു, അവൻ രക്ഷിക്കപ്പെട്ടവനാണ്. നിങ്ങളൊക്കെ ഇത് രണ്ടെന്ന് പറയുന്നിടത്തോളം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടവനാണ് സ്നാനം. സ്നാനത്തിന്റെ ക്ലാസ്സൊക്കെ തരാം, വേണമെങ്കിൽ ഇതിലൂടെ വാട്സപ്പിലൂടെ തന്നെ തരാം. വിശ്വസിക്കുന്നെങ്കിൽ സ്നാനപ്പെടണം. എവിടെയെങ്കിലും ചെന്നിരുന്ന് സ്നാനപ്പെട്ടിട്ട് ഇതിൻ്റെ കാര്യമൊന്നുമല്ല. പിന്നെ ശരിയായ മന്ന കഴിക്കണം. അപ്പം യേശു വന്നപ്പോഴത്തേക്ക് പാപികൾക്കാണ് മനസ്സിലായത്. ഭർത്യമായി വിളിച്ചത് കർത്താവേ എന്നാ, സൃഷ്ടി കർത്താവ് എന്നാ. ഇന്നത്തെ പള്ളിക്കാരൻ പറയുന്നില്ല യഹോവേ ദൈവം. അങ്ങ് മുകളിൽ യോഹന്നാൻ 8 സർപ്പസന്തതികൾ വന്ന് കായിൻ്റെ മക്കൾ വന്ന് സംസാരിച്ചതുപോലെയാണ് ഇന്ന് ഇവർ പഠിപ്പിക്കുന്നത്. യഹോവ അങ്ങ് മുകളിൽ ഇത് യേശു പോയ ശേഷം വേറൊരു പുരുഷാത്മാവിനെ അയച്ചു, വേറൊരു ആത്മാവിനെ അയച്ചു. യേശു പറഞ്ഞു, ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും. ഞാൻ എന്ന് വെച്ചാൽ ക്രിസ്തുവാണ്. യേശു എന്നെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചു. ആത്മാവായി നിന്ന ദൈവം ശരീരധാരിയായി വന്നപ്പോൾ യേശു ക്രിസ്തു പേരിടുകയും യേശു ക്രിസ്തു ശരീരത്തിൽ മുകളിലേക്ക് പോയിട്ട് തിരിച്ച് ആത്മാവായി വീണ്ടും വന്ന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ് മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ആരാണ്? യേശു തന്നെയാണ്. അപ്പം ബർത്തിമായി എന്താ വിളിച്ചത്? കർത്താവേ എന്ന് വിളിച്ചത്. അതായത് സൃഷ്ടി കർത്താവാണ്. അല്ല ഇവർ പറഞ്ഞത് ബേൽസബൂൽ, മറിയയുടെ പുത്രൻ, തച്ചൻ്റെ മകൻ, ഇത് വേറൊരു പുത്രനാണ് എന്നൊന്നും അല്ല. മാത്രമോ അവൻ ദാവീദ് പുത്ര എന്ന് വിളിച്ചു. 1000 ആണ്ട് വാഴ്ചയിൽ വരുന്നവന് നീ തന്നെയാണെന്നുള്ള ആ കാഴ്ചപ്പാട് കണ്ടപ്പാണ് കർത്താവ് അവൻ്റെ മുമ്പിൽ നിന്നത്. ഈ കാഴ്ചപ്പാട് ആർക്കുണ്ട്? ഏത് കത്തോലിക്ക് മുതൽ പെന്തക്കോസ്തിരിക്കുന്ന ഏത് പുരോഹിതന്മാർക്കുണ്ട്? ഏത് യേശുനാമക്കാർക്കുണ്ട്? അവർ സ്നാനം മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാണ്. ഉപദേശങ്ങൾ ധാരാളം തെറ്റാണ്, എല്ലാം തെറ്റാണ്. അപ്പോൾ ഇതുപോലെ സെറോഫനിക സ്ത്രീ, കിണറ്റിയുള്ള സ്ത്രീ, മഷിക, യഹോവ രക്ഷകനാണ്, ഹൃദയ രഹസ്യങ്ങൾ, 5 ഭർത്താവുണ്ട്, ഇപ്പോഴുള്ള നിന്റെ ഭർത്താവിൽ അവളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യം വിളിച്ചു പറഞ്ഞ യഹോവയാണ്. അവർക്ക് മനസ്സിലായി ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത് യഹോവയാണെന്ന്. ഈ പള്ളി പ്രമാണിമാർക്ക് യഹോവ വേറെ, യേശു ക്രിസ്തു വേറെ, പരിശുദ്ധാത്മ വേറെ. മരണം മരണം മരണം. യേശുവിൻ്റെ ഇഷ്ടം. അപ്പോസ്തലനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അപ്പോസ്തലനെ തള്ളുന്നവനും എന്നെ അയച്ചവനും തള്ളുന്നു. അത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് മാത്രമേ അവിടെ നിരപ്പിച്ചുള്ളൂ. വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കെന്ന് ലൂക്കോസിൽ കാണുന്നത് ഒന്നാമത്തെ ഗണത്തിൽ പോകാതെ വിശുദ്ധന്മാരുടെ ഗണത്തിലല്ലാതെ രണ്ടാമത്തവരെ നീതിമാൻ പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കും. അവർ 1000 ആണ്ട് വാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹോദ്രവത്തിലൊക്കെ അവിടെ കുറെ കഷ്ടപ്പെട്ട് മരിച്ചതിന് ശേഷം പിന്നത്തേലേ അവരെടുക്കപ്പെടുകയുള്ളൂ. അപ്പോഴും മണവാട്ടിയാവില്ല, അവിടുത്തെ സേവകരെ ആവുള്ളൂ. അപ്പോൾ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് യോഹന്നാൻ സ്നാപകൻ നിരപ്പിച്ചു. രണ്ടാമത്തെ കാര്യം ചെയ്തിട്ടില്ല. യഹോവയുടെ വലിയ വരവാണ് തൻ്റെ ശരീരം യാഗമായി അർപ്പിച്ചത്. ഇനി ഒരു വരവുണ്ട്, ഭയങ്കരമായ വരവ്. അതായത് കർത്താവ് തൻ്റെ മണവാട്ടിയെ ചേർത്ത് കൊണ്ടുപോകുന്നതിന് ശേഷം പിന്നെ മഹോദ്രവം വരാവുന്ന ആ മഹോദ്രവം വരുന്നതിനും, അതാണ് ഭയങ്കരമായ നാൾ. അത് വരുന്നതിന് മുമ്പും യേശുക്രിസ്തു വരും, മണവാട്ടി ചേർക്കാൻ വരും. അങ്ങനെ യേശുക്രിസ്തു വരുന്നതിന് മുമ്പും വീണ്ടും ഒരു ഏലിയാവിൻ്റെ ആത്മാവുമായി ഒരുവനെ ഉപയോഗിക്കും. അത് ഞാൻ പറയുമ്പോഴാണ് എല്ലാവർക്കും ശത്രുത. ഒരു ചെറിയ കൂട്ടം പേര് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ഇപ്പം കർത്താവ് ഒരുവനെ ഉപയോഗിച്ചു. അന്നും യോഹന്നാൻ സ്നാപകനെ ഏലിയാവിൻ്റെ ആത്മാവുമായി വന്ന് ചെയ്തു പോയതിന് ശേഷം മറുരൂപ മലയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവരോട് ചോദിക്കുകയാണ്, അതിന് മുമ്പ് ഏലിയാവ് വരുമെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത്? കണ്ടോ, ശാസ്ത്രിമാർ പഠിപ്പിച്ചത് അവർ കേട്ടു. ശാസ്ത്രിമാർക്ക് ആരും പിടികിട്ടിയത് പോലുമില്ല. ഇവർക്ക് പിടികിട്ടി. ആ ഏലിയാവ് തന്നെ വിളിച്ചു കൂട്ടി, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു കൂട്ടി യേശുവിൻ്റെ അടുക്കൽ വന്നവൻ യോഹന്നാൻ സ്നാപകൻ മരിച്ചു പോയതിന് ശേഷം ചോദിക്കുന്നു, ശാസ്ത്രിമാർ പറയുന്നത് എന്ത്? മുമ്പേ വരുമെന്ന്. കണ്ടോ, യോഹന്നാൻ സ്നാപകൻ വന്ന് വിളിച്ചു കൂട്ടി. അവർക്ക് പോലും അറിയില്ലെങ്കിൽ ഈ കാലം അത് അതിനേക്കാൾ എത്രയോ വിശേഷത ഉള്ളത്. എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ട്. എന്നിട്ടും ആത്മക്കണ്ണ് അടഞ്ഞു പോയിരിക്കണം. ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തൻ്റെ മർമ്മം മറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാലത്തും അപ്പോസ്തലന്മാരുടെ പഠിപ്പിച്ച യേശുവിൻ്റെ ഇഷ്ടം അപ്പോസ്തലനെ കേൾക്കണമെന്ന്. പണ്ട് യഹോവയുടെ ഇഷ്ടം, ആവർത്തന പുസ്തകം 18:18-19 യഹോവയുടെ ഇഷ്ടം മശിക വരുമ്പോൾ മശിക കേൾക്കണം, ഇല്ലാത്തവനെ കൊന്നുകളയും. അപ്പോസ്തല പ്രവൃത്തി 3:22 വായിച്ചു നോക്കുക. അപ്പോൾ അന്ന് യേശു വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നിന്നെ വേണ്ട, മോശ പറഞ്ഞത് മതി. പഴയതിലേക്ക് പോയി.
2000 വർഷം പുറകിലേക്ക് പോയി മരിച്ചുപോയി എല്ലാ പണ്ഡിതന്മാരും. അത് തന്നെ ഇന്ന് നടക്കുന്നു. സഭാപ്രസംഗം 1:9. സൂര്യന് കീഴെ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല, പണ്ട് സംഭവിച്ചത് ഇന്നും സംഭവിക്കുള്ളൂ. ഇന്ന് യേശു പോയ ശേഷം പരിശുദ്ധാത്മാവായി വന്ന് അപ്പോസ്തലന്മാരിലൂടെ ഇതേ ക്രിസ്തു തന്നെ ഇത് സംസാരിച്ചിട്ട് ഇവരെ കേൾക്കുന്നതാണ് എന്നെ കേൾക്കുന്നതിനും ദൈവത്തെ കേൾക്കുന്നതിനും തുല്യം എന്ന് പറഞ്ഞു പോയിരിക്കെ ഇന്നത്തെ എല്ലാ പുരോഹിതരും പറയുന്നു, പത്രോസ് പറഞ്ഞത് നമുക്ക് വേണ്ട, യേശു പറഞ്ഞത് മതി. 2000 വർഷം പുറകിലേക്ക് വീണ്ടും പോയി മരിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സിസ്റ്ററെ, 2 വർഷങ്ങൾക്ക് മുമ്പേ കർത്താവ് കൂട്ടിച്ചേർത്തു. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി, സ്നാനപ്പെടാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങൾ വേറെ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു, അവരെല്ലാം തെറ്റിച്ച് കൊണ്ടുപോയി. ഇത് ഇപ്പോഴും വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ജനമാണെങ്കിൽ മാത്രമേ മത്തായി 10 അല്ലെ യോഹന്നാൻ 10:3 നിറവേറുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. മത്തായി 13:30 ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ. ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കുന്നു. യേശു വിത്ത് വിതച്ചതും പിശാച് വിത്ത് വിതച്ചതും ഇതേ സഭകളിൽ തന്നെ ഇരിക്കുകയാണ്. അന്ന് കളയപ്പെടാത്തത് ഗോതമ്പ് കൂടെ പറഞ്ഞു പോരും. അതുകൊണ്ട് ഗോതമ്പ് നിങ്ങളാണെങ്കിൽ നിങ്ങളെ ഇതുവരെ കർത്താവ് അവിടെ ആക്കിയിരുന്നു. ഇപ്പോൾ യജമാനൻ വരുന്നതിന് മുമ്പ് ദൂതന്മാർ, അതായത് എൻ്റെ ഉള്ളിൽ ആത്മാവ് സംബന്ധിച്ചതായി ഈ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ദൈവത്തിൻ്റെതാണെങ്കിൽ 1 യോഹന്നാൻ 4:2 പറഞ്ഞിട്ട് ദൈവാത്മാവിന് ഇതിനാൽ അറിയാം, ആത്മാവായി നിന്ന ആ യഹോവയായ ദൈവം മന്ദിരത്തിൽ വന്നതാണ്, ജഡശരീരത്തിൽ വന്ന യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ. ഇല്ലാതെ ആരും ദൈവാത്മാവുള്ളവരല്ല. ഇവരെല്ലാം ദൈവജനവുമല്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടുതൽ അറിയണമെങ്കിൽ വിളിക്കുക. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പോസ്തലനെ കേൾക്കണം. ഇവർ പറയുന്നു യേശു പറഞ്ഞത് മതിയെന്ന്. 2000 വർഷം പുറകിലേക്ക് പോകുന്നു. മത്തായി 28:19 യേശു നാമമൊന്നും പറഞ്ഞില്ല. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലെന്ന ഇവർ പറയുന്ന പോലെ ഇത് 3 വ്യക്തികളായിരുന്നെങ്കിൽ യേശു നാമങ്ങളിൽ എന്ന് പറയുമായിരുന്നു. യേശുവിനെ ഗ്രാമറൊന്നും പഠിപ്പിക്കേണ്ട. പിശാച് അവരെയൊക്കെ തള്ളിയിട്ടിരിക്കുകയാണ്. ശീതോഷ്ണവാൻ എന്നാൽ 3 പിന്നെ 3 ചേർന്ന 1. ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ 3 പോകും. ഒന്നൊന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞ ആ പിതാവിൻ്റെ നാമം എന്താണ്? ദൈവമായ കർത്താവ്, യഹോവയായ കർത്താവ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. സ്നാനത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഒന്നുകൂടെ പറയാം. 9809150386. ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. വരിക. സ്നാനത്തിൻ്റെ, തൃത്വത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അയച്ചു തരാം. പിന്നെ എല്ലാം വിശ്വസിക്കാൻ പറ്റും തോന്നുന്നില്ല. കുറേ കാര്യങ്ങൾ അയക്കുമ്പോൾ ഇപ്പോൾ തന്നെ പലരും വന്നിട്ട് കുറച്ചൊക്കെ വിശ്വസിച്ചു, സാധനമൊക്കെ തന്നെ. ബാക്കി ചില ഉപദേശങ്ങൾ പഠിപ്പിച്ചപ്പോൾ അവർക്ക് വിട്ടുപോയി. ദൈവത്തിൻ്റെ ആളാണെങ്കിൽ പോകില്ല. അക്കാര്യം പത്രോസിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുന്ന ഈ ജനമൊന്നും ദൈവജനമല്ല. പത്രോസിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആടുകൾ മാത്രമേ എൻ്റെ ശബ്ദം തിരിച്ചറിയുള്ളൂ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, മോശെ, നോഹേ, അത് പ്രവാചകന്മാരിലൂടെ പറഞ്ഞത് ഒരു ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ ആടായിരിക്കണം. അപ്പോസ്തലർ 2:38 പത്രോസ് പറഞ്ഞ സ്നാനം നമുക്ക് വേണ്ട, യേശു പറഞ്ഞ സ്നാനം മതി എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ ജനമല്ല. പത്രോസിനോട് പറഞ്ഞത് ഇതേ കർത്താവ് യേശു ക്രിസ്തു തന്നെ എന്ന് തിരിച്ചറിയണമെങ്കിൽ അവർ ദൈവത്തിന്റെ ആടായിരിക്കണം. ദൈവനാമം അല്ല എന്ന് പറയുന്നുണ്ട്. ദൈവവചനം എന്ന് പറയുന്നത്. പിന്നെ എന്താ പത്രോസിന്റെ വചനമായി പോയത് അവിടെ വന്നപ്പം? അപ്പോസ്തലർ 4:12 നോക്ക്. സ്വർഗത്തിൽ താഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം കർത്താവ് യേശു ക്രിസ്തു എന്ന് കർത്താവ് തന്നെ പത്രോസിനോട് പറഞ്ഞപ്പോൾ 5 വാക്യം താഴെ ഇന്നത്തെ മഹാപുരോഹിതന്മാരെ പോലെ അന്നത്തെ മഹാപുരോഹിതൻ പറയാണ്, ഇത് ജനത്തിൻ്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ യാതൊരു മനുഷ്യനോട് ഈ നാമത്തിൽ മിണ്ടരുത്, യേശു ക്രിസ്തു നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കായകൾ തന്നെ ന്യായവിധി വന്നു കഴിയുന്ന ഈ പള്ളിയിലെ എല്ലാ പുരോഹിതന്മാരും ഈ നാമത്തിനെതിരല്ലേ? ഇവരല്ലേ എതിർ ക്രിസ്തുക്കൾ? ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുതെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഉപദേശമാണ്. അപ്പോൾ ഈ സഭകൾ മുഴുവൻ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള എല്ലാ പള്ളിക്കാരും പിശാചിന്റെ ഉപദേശം എടുക്കുന്നു. ദൈവത്തിന്റെ ഉപദേശം ഈ നാമത്തിൽ മാത്രം. കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യുവൻ. ഇവിടെ ഏത് ക്രിസ്ത്യാനി ചെയ്യുന്നു? യേശു ക്രിസ്തു നാമം നിഷേധിക്കുന്നവരല്ലേ? ഇവരല്ലേ എതിർ ക്രിസ്തുക്കൾ? ഇവരുടെ മക്കളുടെ വിവാഹം യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. ഇവരുടെ സ്നാനം യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. ഇനി പോട്ടെ, മരിച്ചടക്കിയാൽ പുനരുദ്ധാനത്തിൽ പോകണമെങ്കിൽ റോമർ 6 വായിച്ചു നോക്കുക. അവനോടുകൂടെ തന്നെ കുഴിച്ചിട്ടാൽ മാത്രം, അതായത് അവൻ്റെ നാമത്തിൽ ആ വാതിൽ വഴിയായി തന്നെ കുഴിച്ചിടണം. നമ്മളെ സ്നാനം അങ്ങനെ തന്നെ. സ്നാനത്തിന് മുമ്പ് പാപയേറ്റ് പറഞ്ഞുപേക്ഷിക്കുമ്പോൾ പാപശരീരത്തിൽ മരിക്കുന്നു. ഈ മരിച്ച ഈ ശരീരത്തെ വെള്ളത്തിൽ കൊണ്ട് അടക്കം ചെയ്യുന്നതാണ് സ്നാനം. അതും ഒരു വാതിൽ, ഒരു നാമം വഴിയായി തന്നെ അടക്കണം. ആ വാതിൽ വഴിയായി തന്നെ അകത്ത് വരികയും പുറത്തു പോയി മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യണം. ഈ ഒരു ഒറ്റ നാമത്തിൽ തന്നെ എല്ലാം ചെയ്യണം. ഇവർ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്താറില്ല. യേശുക്രിസ്തു നാമത്തിൽ മരണാടക ശുശ്രൂഷ ചെയ്യില്ല. യേശുക്രിസ്തു നാമത്തിൽ വിവാഹം നടത്തില്ല. യേശുക്രിസ്തു നാമത്തിൽ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കില്ല. വീടിൻ്റെ പ്രതിഷ്ഠ ചെയ്യില്ല. ഇവരുടെ ആത്മീക പിതാവായ പിശാചിനെ പുറത്താക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു നാമം ഉപയോഗിക്കും. പിന്നെ പ്രാർത്ഥിക്കാനും യേശുക്രിസ്തു നാമം അനുഗ്രഹത്തിനും. ഇതുകൊണ്ടാണ് മത്തായി 7:21 പറഞ്ഞത്, കർത്താവ് നിന്റെ നാമത്തിൽ അത്ഭുത അടയാളം, വീര്യപ്രവൃത്തി, പ്രവചനം, ദർശനം എല്ലാം ഇവർ ചെയ്യുന്നത്. അത് കറക്റ്റ്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തർ എല്ലാവരും ചെയ്യുന്നു. പക്ഷേ ഇവർ അവിടെ പറയുന്നില്ല ഒരു കാര്യം, കർത്താവ് നിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നാനപ്പെട്ടു എന്ന് പറയുന്നില്ല. കാര്യം അവർ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുന്നത് പാപമോചനത്തിനാണ്. പാപമോചനത്തിന് ഒറ്റ നാമം കർത്താവായ യേശു ക്രിസ്തു.
അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ക്രൂശിൻ്റെ വചനത്തിൽ ശത്രുക്കളും അറയ്ക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരും ഇടർച്ച ഉണ്ടാക്കുന്നവരുമാണ്. ഇവളെ വിട്ട് പോരുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ച് പറയുന്നത്. ഇവരുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനെ കേൾക്കുന്നവനാണ് ഇന്ന് യേശു ക്രിസ്തുവിനെ കേൾക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അപ്പോസ്തലനെ കേൾക്കണ്ടെന്ന് പറയുമ്പോൾ മരണകരമായ പാപം. നിങ്ങൾ ദൈവത്തിൻ്റെ ആടാണെങ്കിൽ കേൾക്കുക, വീണ്ടും വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. വിശ്വാസ സ്നാനം കർത്താവ് യേശു ക്രിസ്തു നാമത്തിലാണ്. ആ സ്നാനപ്പെടുകയും വേണം. ആ സ്നാനപ്പെട്ടാലേ പാപം മോചിക്കുള്ളൂ. ഇല്ലെങ്കിൽ ദൈവജനവും ആവില്ല, നശിച്ചു പോകും. കായിൻ്റെ സന്തതികളാണ് ഇന്ന് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം എന്ന് വേണമെന്ന് പറയുമ്പോൾ അന്ന് ഹാബേലിനെ ഉപദ്രവിച്ചതുപോലെ തന്നെയാണ് അതേ ആത്മാവ് വ്യാപരിച്ചിരിക്കുന്ന ഇവരെ ഉപദ്രവിച്ചിരിക്കുന്നത്. നമുക്ക് അപ്പോസ്തലന്റെ ഉള്ളിലിരുന്ന അതേ പരിശുദ്ധാത്മാവാണ് ഇവരുടെ ഉള്ളിലെങ്കിൽ ഇത്രയും കാലം ഇത് തിരുത്തി കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ ആത്മാവ് വ്യത്യസ്തമാണ്. വചനം പറയുന്നു 1 യോഹന്നാൻ 4 പറയുന്നു 6 മുതൽ, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിലേ നിങ്ങളുടെ വാക്ക് കേൾക്കും, ദൈവത്തിനല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കില്ല. യോഹന്നാൻ 8:47 യേശുവും പറഞ്ഞു, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായികയാൽ ദൈവവചനം കേൾക്കുന്നില്ല. ദൈവസന്തതി എപ്പോഴും ചുരുക്കം വളരെ ചുരുക്കമായിരിക്കും. അത് ജ്ഞാനികളും വിവേകികളും ആകില്ല. ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തൻ്റെ മർമ്മം മറച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ സിസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു കാര്യമല്ല ചോദിച്ചത്, വലിയ കാര്യമാണ്. അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞോളൂ. രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ പറയാം. പുതിയ നിയമസഭയിലെ പ്രവാചകന്മാരാണ് നമ്മുടെ അപ്പന്മാർ, ഇന്നത്തെ ആത്മീക പിതാവ്. ഈ അപ്പന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരാണ് ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തരുടെ എല്ലാ ജനങ്ങളും, സകല ജനങ്ങളും. ഞാൻ പെന്തക്കോസ്തന്റെ ശുശ്രൂഷനായിരുന്നു. ഞാൻ അവിടെ വിട്ടു വന്നത് ഈ സത്യം അറിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇനിയും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ്, അത് മണവാട്ടി ചേർക്കാൻ വരുന്നതിന് മുമ്പ് ഒരു ഏലിയാവിൻ്റെ ആത്മാവുമായി ഒരുവൻ വരും. അന്ന് യോഹന്നാൻ സ്നാപകൻ. പക്ഷേ യോഹന്നാൻ സ്നാപകൻ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥം യോഹന്നാൻ സ്നാപകൻ എന്ന് എഴുതി കൊടുത്തിട്ടില്ല, യേശു എന്ന് എഴുതി കൊടുത്തിട്ടില്ല. ഓക്കെ, മനസ്സിലായി. അതുപോലെ ഇന്നും ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചു. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ഈ ശുശ്രൂഷ മനസ്സിലാക്കിയതും. മത്തായി 13:30 പ്രകാരം ഗോതമ്പാവുന്ന നമ്മൾ കളപ്പുരയെ ശേഖരിക്കുകയും പിന്നെ നോഹ വിളിച്ച് അകത്തേക്ക് പെട്ടകത്തിനകത്ത് കയറ്റിയതുപോലെ പിന്നെ പെട്ടകത്തിന് വെളിയിൽ നല്ല ആഹാരം, അകത്തായിരുന്ന ആഹാരം അകത്ത് കയറിയവർക്ക് ഈ കാലം നോഹയുടെ കാലം പോലെ ആകുന്ന നമ്മൾ സിസ്റ്ററും അവിടെ നിന്ന് പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആത്മീക വെളിപ്പാട്, ഉൽപ്പത്തി മുതൽ വെളിപ്പാടുകളുള്ള എല്ലാ വചനങ്ങളും മുദ്ര തുറന്നു. മണവാട്ടിക്കുള്ള മന്ന സംസാരിച്ചു കഴിഞ്ഞു. ആ പ്രസംഗം മുഴുവനുണ്ട്. ഒരു വ്യക്തി സംസാരിച്ചു, ഒരു സാധാരണ മനുഷ്യനോട് കർത്താവ് സംസാരിച്ചു, സകല കാര്യങ്ങൾ സംസാരിച്ചു. അതാണ് മന്ന. ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അറിയിക്കുന്നതാണ് അവിടെ പറഞ്ഞ അപ്പന്മാരുടെ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ വിശ്വാസത്തിലേക്ക് യേശുക്രിസ്തു വരുന്ന സമയത്തുള്ള വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിരപ്പിക്കുന്നതിന് അന്ന് അവിടെ സ്നാനം ഉണ്ടായിരുന്നു. അവർ നിരന്നവർ മാത്രം ദൈവത്തിൻ്റെ ജനമായി. അത് മുഴുവനും പാപികളും പൊട്ടനും കുരുടനും വേശ്യയും ഒക്കെ ആയിരുന്നു, ഭൂതഗ്രസ്തരുമായിരുന്നു. ഇന്നും യേശുക്രിസ്തുവിന് അടുത്ത വരവിന് മുമ്പ് മക്കളാവുന്ന നമ്മുടെ വിശ്വാസം ഈ കാലത്തിൻ്റെ അപ്പന്മാരായ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ദൗത്യമാണ് പലരും ചെയ്യുന്നതിലൂടെ, പലരല്ല വളരെ ചുരുക്കം പേര് ചെയ്യുന്നതിലൂടെ ഞാനും ചെയ്യുന്നത്. ഇതിലേക്കാണ് കർത്താവ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ഗോതമ്പാണ്, ഒറിജിനൽ സീഡാണെങ്കിൽ മാത്രമേ അവരെ വിട്ട് പുറത്തേക്ക് വരാനും, എൻ്റെ ആളുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നവരെന്ന് പോലെ പറഞ്ഞ പോലെ പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ആത്മീയ മന്ന മുഴുവൻ ഇവിടെ കരുതിയിട്ടുണ്ട്. വചന വെളിപ്പാടുകൾ ഈ സഭകൾ പഠിപ്പിക്കും പോലെ ഒന്നുമല്ല. അതെല്ലാം അതൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാം. ഈ സഭകൾ പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ തെറ്റാണ്, വ്യാഖ്യാനങ്ങളൊക്കെ തെറ്റാണ്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വിളിക്കാം.